നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ വിഷൻ 2030 പദ്ധതി പ്രകാരം ആൽഫയുടെ പ്രവർത്തനം ഇടുക്കി ജില്ലയിലേക്ക് വ്യാപിപ്പിക്കും. ഇതിനായി ജില്ലയിൽ ഇന്ന് ആലോചനാ യോഗം നടന്നു. ജില്ലയിലെ വിവിധ സന്നദ്ധ സംഘടനാ പ്രതിനിധികളുമായും സാമൂഹ്യ പ്രവർത്തകരുമായും വിഷൻ 2030 സ്റ്റേറ്റ് കോർഡിനേറ്റർ അംജിത് കുമാറിന്റെ നേതൃത്വത്തിലുള്ള ടീം സന്ദർശിച്ച് ചർച്ചകൾ നടത്തി. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണമാണ് ആൽഫ വിഷൻ 2030 ടീമിന് നൽകിയത്. ജൂൺ 7-ാം തീയതി ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കട്ടപ്പന അമ്പലക്കവല വീറ്റിപ്പടിയിലുള്ള സ്വാന്തനം പാലിയേറ്റീവ് സെന്ററിൽ വച്ച് കട്ടപ്പനയിലെ വിവിധ മേഖലകളിലെ സന്നദ്ധ പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് യോഗം ചേരാനും തീരുമാനിച്ചു. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഓഫീസർ അനിൽ മോഹൻ, കമ്മ്യൂണിറ്റി വെൽഫെയർ ഓഫീസർ ലിഡ സിറിയക് എന്നിവർ നേതൃത്വം നൽകി. ആൽഫ ട്രസ്റ്റി രവി കണ്ണമ്പിള്ളിൽ ആൽഫ തറവാട് സന്ദർശിച്ച് പ്രവർത്തനാവലോകനം നടത്തി. രാവിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ചുമതലക്കാരുമായി ആശയവിനിമയം നടത്തിയ ശേഷം സോഫ്റ്റ്വെയർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിന്റെ മേധാവിയുമായും ആൽഫയുടെ പ്രതിനിധികളുമായും അദ്ദേഹം ചർച്ച നടത്തി. ആൽഫ ഡയാലിസിസ്, IP കെയർ ഹോം എന്നിവയും പുതിയ ഹോസ്പീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും അദ്ദേഹം വിലയിരുത്തി. കമ്മ്യൂണിറ്റി ഡയറക്ടർ സുരേഷ് ശ്രീധരൻ, ഗവേണിംഗ് കൗൺസിൽ അംഗം ഇന്ദിര ശിവരാമൻ, അഡ്മിനിസ്ട്രേറ്റീവ് ഡയറക്ടർ OS വർഗീസ്, ഹോസ്പീസ് പ്രോജക്ട് ഡയറക്ടർ പൗലോസ്, PRO താഹിറ മുജീബ്, അക്കൗണ്ട്സ് മാനേജർ ജലജ, കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയർ സലിൽ, ഡയാലിസിസ് സൂപ്പർവൈസർ ജിതിൻ ജോർജ്, ഹോസ്പീസ് അക്കൗണ്ട്സ് മാനേജർ സനോജ് മോഹൻ, ആർക്കിടെക്ട് ഷാരോൺ കുര്യൻ, സീനിയർ നഴ്സ് സിനി ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു. ആൽഫ പേഷ്യന്റ് കെയർ സ്പോൺസർഷിപ്പ് ക്യാമ്പയിൻ കൂപ്പണുകളുടെ സ്വീകരണം ഇന്നും ആൽഫ തറവാട്ടിൽ നടന്നു. തളിക്കുളം, കൊച്ചി, തൃശൂർ, വെള്ളാങ്കല്ലൂർ, ചേലക്കര, എടത്തുരുത്തി, ഏറ്റുമാനൂർ, നെടുമങ്ങാട്, മൂവാറ്റുപുഴ, കുട്ടനാട്, തിരുവല്ല, മതിലകം, എടമുട്ടം സെന്ററുകളുടെ പ്രതിനിധികളാണ് കൂപ്പണുകൾ ഇന്ന് നൽകിയത്. ഇതുവരെ നൽകാൻ കഴിയാത്ത സെന്ററുകളുടെ കൂപ്പണുകൾ 22 വ്യാഴം രാവിലെ 10 മണിക്ക് സ്വീകരിക്കുമെന്നും അതിനുശേഷം സ്വീകരിക്കുന്നതല്ലെന്നും ക്യാമ്പയിൻ കമ്മിറ്റി അറിയിച്ചു. ആൽഫ തറവാട്ടിൽ ആഴ്ചതോറും നടക്കുന്ന നഴ്സസ് ട്രെയിനിംഗ് പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള 7ാമത്തെ ക്ലാസ് നാളെ നടക്കുമെന്ന് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ ജോസ് ബാബു അറിയിച്ചു. നഴ്സുമാരെ അയക്കുന്ന സെന്ററുകൾ ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും പരിശീലന പരിപാടിയിൽ പങ്കെടുക്കുന്നവർ കൃത്യസമയം പാലിക്കണമെന്നും അദ്ദേഹം അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.